السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സ്ത്രീധന വിരുദ്ധ ദിനമാണ്. വർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് വിവാഹം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണമായോ പണ്ടമായോ പറമ്പായോ അറയായോ വിസയായോ ജോലി വാഗ്ദാനമായോ ഉള്ള സ്ത്രീധനം, അതിനെതിരെയുള്ള നിരന്തരമായ സമരം നമ്മൾ നടത്തി. കുണ്ടുതോട് വാദപ്രതിവാദത്തിൻ്റെ വ്യവസ്ഥയിൽ പോലും സ്ത്രീധനം ഒരു വിഷയമായിരുന്നു. സ്ത്രീധനം വാങ്ങാൻ പാടുണ്ടോ ഇല്ലേ? പാടുണ്ട് എന്ന് ഉസ്താദുമാരും പാടില്ല എന്ന് നമ്മളും. അങ്ങനെ വീടുകളിലേക്ക്, നാടുകളിലേക്ക്, നഗരങ്ങളിലേക്ക്, ബംഗ്ലാവുകളിലേക്ക്, കുടിലുകളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക് സ്ത്രീധനത്തിനെതിരെയുള്ള സമരം എത്തി, സന്ദേശം എത്തി. വീടുകളുടെ മുന്നിൽ ബോർഡുകൾ തൂങ്ങി, സ്ത്രീധനം ഉള്ള വിവാഹത്തിന് ദയവായി ക്ഷണിക്കരുത്, സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തുടങ്ങി സ്ത്രീധന വിവാഹങ്ങൾ ബഹിഷ്കരിക്കുക എന്നതുവരെ സ്ത്രീധനമില്ലാതാകാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചുകൊണ്ട് 47 സംഘടനകൾ, മുസ്ലിം സംഘടനകൾ 21 മണിക്കൂർ നേരം ചർച്ച ചെയ്തു. ലളിതമായ വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ, വിവാഹ സദസ്സുകൾ ഒന്നാക്കി മാറ്റാൻ, അസറിന് ശേഷമുള്ള സമയത്താക്കി മാറ്റാൻ ശ്രമിക്കാൻ ഒക്കെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകി. അങ്ങനെ ലളിത വിവാഹങ്ങൾക്ക് ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ബിസ്മി കല്യാണം എന്ന പേര് കൊടുക്കുന്നിടത്തേക്ക് എത്തി. എന്നാൽ സ്ത്രീധനം അവസാനിച്ചുവോ? ഇന്നെവിടെ സ്ത്രീധനം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ജ്വല്ലറിയിൽ പോകുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരാണ്, ആണിൻ്റെ വീട്ടുകാരല്ല. ആണിൻ്റെ വീട്ടുകാർ പോകുന്നത് 1 പവൻ വാങ്ങാനാണ്, 2 പവൻ വാങ്ങാനാണ്. പെണ്ണിൻ്റെ വീട്ടുകാർ പോകുന്നത് 100 പവനും 50 പവനും വാങ്ങാനാണ്. ഉള്ളവരും ഇല്ലാത്തവരും ഈ രംഗത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഉത്തരം. കാസർഗോഡ് 2 ലക്ഷം കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ട് മുടങ്ങിയ വിവാഹത്തിൻ്റെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും സ്ത്രീധനം കൊടുക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായം അപേക്ഷിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ, ഫോൺ വിളികൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. എന്താണ് പരിഹാരം? വീണ്ടും സമരം തുടരുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്ത്രീധനം ഇല്ലാതാകണം. ആകാൻ സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാകണം. ഒന്ന് ആഭരണഭ്രമമാണ്. കുറ്റിപ്പുറത്ത് 1987 ചേർന്ന സമ്മേളനത്തിൽ പ്രമേയം 16 പ്രസിദ്ധമായ പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു, വളരെ മനോഹരമായ പ്രമേയങ്ങൾ. അതിലൊന്ന് ആഭരണഭ്രമം ഇല്ലാതാക്കണമെന്നാണ്. അതിലൊന്ന് ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണമെന്നാണ്. ഇന്ന് 87 കഴിഞ്ഞ് 97, 2007, 2017, 2027 ആകാൻ പോവുകയാണ്. 40 കൊല്ലം ആകുമ്പോൾ ആഭരണം ഒഴിവാക്കണമെന്ന സന്ദേശത്തിലേക്ക് നമ്മൾ എത്തിയാൽ സ്ത്രീധനം ഒരു അളവ് വരെ ഇല്ലാതാകും. വിവാഹം ലളിതമാക്കുക എന്ന ഇസ്ലാമിൻ്റെ സന്ദേശം, ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും നല്ല വിവാഹം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് എന്ന അബൂദാവൂദ് 2017 ഹദീസ്. മതത്തിൽ അവൻ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ല എന്ന അള്ളാഹുവിന്റെ വചനം. നിങ്ങൾ നിങ്ങളുടെ പണം ഉണ്ടാക്കി, നിങ്ങളുടെ പണം കൊണ്ട് അവളെ അന്വേഷിക്കണമെന്ന സൂറത്തുൻ നിസായിലെ 24-ാമത്തെ ആയത്ത്. ആണുങ്ങള് പെണ്ണുങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടവരാണ് എന്ന 34-ാമത്തെ ആയത്ത് നിസായിലെ. അതിന്റെ കാരണം പറഞ്ഞത് ചെലവാക്കേണ്ടത് ആണുങ്ങളാണ് എന്നതാണ്. നിസായിലെ 22 മുതൽ 39 വരെയുള്ള ആയത്തുകൾ വായിച്ചു നോക്കുക. അപ്പോ നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ നഗരങ്ങളിലും നടത്തുന്ന വിവാഹങ്ങൾ, കേക്കൂത്തുകൾ, അനാവശ്യങ്ങൾ, അനാചാരങ്ങൾ, ആർഭാടങ്ങൾ, അഹങ്കാരങ്ങൾ, ഇതിൻ്റെ എല്ലാം പിറകിൽ
പെണ്ണിന്റെ വീട്ടുകാരുടെ പക്കൽ നിന്ന് കിട്ടുന്ന പോഷാരങ്ങളുണ്ട്, അവരുടെ മേൽ വരുന്ന ബാധ്യതകളുണ്ട്. ആൺവീട്ടുകാർക്ക് സന്തോഷവും പെൺവീട്ടുകാർക്ക് ദുഃഖവും ആകുന്ന അവസ്ഥയല്ല വിവാഹത്തിൽ വേണ്ടത് എന്നറിയാം. അതിനാൽ മനസ്സുകൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന മോഹമുണ്ടോ, അതാണ് സ്ത്രീധനം. അത് തൊള്ള കൊണ്ട് പറയണമെന്നില്ല, സന്ദർഭം കൊണ്ട് കാണിച്ചു കൊടുത്താലും മതി. പെണ്ണ് കാണാൻ പോകുമ്പോൾ ആണിന്റെ വീട്ടുകാരൊക്കെ സർവാഭരണം നിറച്ച് പോകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അവിടെയൊക്കെ എങ്ങനെയാണ് എന്ന്. അപ്പോ അതിലെല്ലാം മാറ്റങ്ങൾ വന്നാൽ ഇൻഷാ അല്ലാഹ് പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രയാസമില്ലാതെ വിവാഹങ്ങൾ സന്തോഷകരമായി നടത്താൻ സാധിക്കും. അല്ലാഹുവേ അനുഗ്രഹിക്കണം. എല്ലാ നിലക്കുമുള്ള സമരങ്ങൾക്ക് കൂടുതൽ ശക്തി പകരണേറട്ടെ. എല്ലാ വീടുകളിലും ലളിതമായ നല്ല വിവാഹങ്ങൾ നടക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണം. രോഗികളായ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. എല്ലാ നല്ലവർക്കും അല്ലാഹുവേ വിവാഹമുണ്ടാക്കി കൊടുക്കാൻ നീ തൗഫീഖ് നൽകുമാറാകണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത വനഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.